ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം യാക്കോബ് എഴുതിയ ലേഖനം 1 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഈ വചനം മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാത്തവർ ഇരുമനസ്സുള്ള മനുഷ്യരായിരിക്കും, ഇവർ അസ്ഥിരരായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവസാന്നിധ്യം ഇവിടെ നമ്മൾ ദർശിക്കുന്നു. ഈ നോമ്പുകാലം നമ്മുടെ സ്ഥിരവിശ്വാസത്തെയും മറ്റുള്ളവരോടുള്ള കരുതലിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. സർവശക്തനായ ദൈവത്തോട് യാചിക്കുമ്പോൾ അളവില്ലാ ദാനത്താൽ നമ്മെ അനുഗ്രഹിക്കുന്നു. മറ്റൊരുവൻ്റെ കഴിവില്ലായ്മയെ പരിഹസിക്കാതെ എല്ലാവർക്കും എല്ലാം ദാനമായി നൽകുന്ന ദൈവത്തോട് അപേക്ഷിക്കുവാൻ നമ്മെ രൂപാന്തരപ്പെടുത്താം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അചഞ്ചലമായ വിശ്വാസത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ അനേകർ വിശ്വാസത്തോടുകൂടി അപേക്ഷിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് നമ്മൾ വായിച്ചറിയുന്നു. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നും എല്ലായ്പ്പോഴും സ്തുതിയോടും സ്തോത്രത്തോടും കൂടി ദൈവത്തിന് നന്ദിയുള്ളവരായും അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ച് മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ നോമ്പുകാലം നമ്മെ വിശ്വാസത്തിൻ്റെ പാതയിൽ നടത്തട്ടെ. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം അതിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.